യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം അറിയിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. നമ്മുടെ സമയത്തിനൊരു വ്യത്യാസം വരുത്തി. കാരണം വെച്ചാൽ ഞാനായിരിക്കുന്ന രാജ്യത്ത് 1 മണിക്കൂർ മുമ്പോട്ട് പോയിരിക്കുന്നു. അപ്പോൾ അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമയത്തിൽ വ്യത്യാസം വന്നു എനിക്കിവിടെ പ്രാർത്ഥന ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾക്ക് പഴയ പോലെ തന്നെ 9 മണിക്കായിരിക്കും പ്രാർത്ഥന. വീണ്ടും ഈ സമയമാകുമ്പോൾ ചേഞ്ച് വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല ആൾക്കാർ ഇനി 9:30 വരത്തുള്ളൂ. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് ഞാൻ വേഗത്തിൽ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ഇന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗം ഇന്നലെ UK നടന്ന മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. UK നടന്ന മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വലിയ പ്രവർത്തികൾ കർത്താവ് നടുവിൽ ചെയ്യുവാൻ, കർത്താവ് ഒരുമിച്ച് എല്ലാവരെയും കാണുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്തത്. വലിയ ജീവിതത്തിൽ ഒത്തിരി ദൂരങ്ങൾ അവർ 3-4 മണിക്കൂറൊക്കെ യാത്ര ചെയ്താണ് അവർ വന്നത്. എങ്കിലും കൂടി വരുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ചു. വന്നവർക്കെല്ലാം അനുഗ്രഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UK മീറ്റിംഗ് വന്ന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടോ? നിങ്ങൾക്ക് വന്നത് അനുഗ്രഹമായിരുന്നോ? വന്ന മീറ്റിങ്ങിനുള്ള UK മീറ്റിംഗ് ആയിരുന്നു ഇല്ലെന്ന് തോന്നിപ്പോൾ. അനുഗ്രഹമായിരുന്നു. സ്വതന്ത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിക്ക് വന്ന ബാക്കി ആൾക്കാരൊക്കെ ജോയിൻ ചെയ്ത് വരുന്നുള്ളൂ. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് കൂടി വരുവാൻ പിന്നെയും കർത്താവ് പല ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇത് പ്രാർത്ഥനകളെ ക്രമീകരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് അവിടെ വരാൻ പറ്റും. പ്രാർത്ഥനകളിൽ ദൈവം വലിയ കാര്യങ്ങളാൽ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് പിന്നെയും കേൾക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് അനുഭവിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഇന്നലെ കേട്ടത് ഇന്നലേക്ക് വന്ന് കുറച്ച് വ്യക്തമല്ലായിരുന്നു. ലൈവ് കുറേ ഓഡിയോ കട്ടാവുകയൊക്കെ ഒത്തിരി ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടായി. എങ്കിലും ഇന്നലെ വചനം പറഞ്ഞതിൻ്റെ അകത്ത് ചിലർക്ക് ചില സംശയങ്ങൾ വന്നു. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ എടുത്തിട്ട് നമുക്ക് പിന്നെ പ്രാർത്ഥിക്കാം. ഇന്ന് ആ വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിലൊന്ന് പോകാം. ഇന്നലെ എടുത്ത വചനത്തിൻ്റെ ബാക്കി ഭാഗത്തോട്ട് തന്നെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഇന്ന് കേൾക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നോക്കിക്കേ, ബൈബിൾ പറയുന്നു ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് നമ്മളോട് പറയുകയാണ്. അവിടെ കൊടുത്തേക്കുന്നതിൻ്റെ യഥാർത്ഥ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ സെറ്റ് യുവർ മൈൻഡ് എന്നാണ്. നമ്മുടെ ചിന്തകൾ ഇവിടെ യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് കർത്താവിലായിരിക്കുന്ന ഓരോ വ്യക്തിയോടും പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. ഞാനത് കഴിഞ്ഞ ദിവസം കേട്ടവർക്ക് ഒന്നുകൂടെ അത് കേൾക്കുക. നിങ്ങൾ അതിൻ്റെ ഒരു കണക്ഷൻ പോലെ ഒന്ന് ബാക്കി പറയാൻ വേണ്ടി എല്ലാം ഞാൻ പറയുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഈ റോമാലേഖനത്തിൻ്റെ ഒരു കണക്ഷൻ കൂടെ ഉണ്ട് ആ വാക്യത്തിൽ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്, ക്രിസ്തു മരിച്ചു, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. അതായത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയെപ്പറ്റി പറയുന്നു, ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. രക്ഷിക്കപ്പെട്ട വ്യക്തി ജീവിക്കേണ്ടത് ഉയരത്തിലുള്ള ചിന്ത പോലെ ആയിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ പല മൈൻഡ് സെറ്റപ്പ് ഉള്ളവരുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ കേരളത്തിൽ താമസിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റപ്പ് അല്ല മറ്റ് വേറൊരു രാജ്യത്തിൽ പോകുന്നല്ലേ. ഓരോ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഓരോ മൈൻഡ് സെറ്റപ്പുകളുണ്ട്. അതവർ ജനിച്ച് വളർന്ന സാഹചര്യത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റപ്പാണ്. നമ്മൾ പറയത്തില്ലേ, നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്ന പഴഞ്ചൊല്ലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. എന്താ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ അകത്ത്, നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ അകത്ത് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ വളർച്ചയിൽ പലതും പഠിക്കുന്നുണ്ട്. അതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് അതുമായിട്ട് വളരെ ബന്ധമുണ്ട്.
ഏത് കുടുംബത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, വളർന്നത്, അതുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വ്യക്തി സെറ്റ് യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ചിന്തകൾ എന്ത് ചെയ്യണം, ഉയരത്തിലേക്ക് കണക്റ്റഡ് ആകണം. സ്വർഗത്തിൽ നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന ഓരോ സമയങ്ങളും കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. അപ്പൊ കർത്താവ് എപ്പോഴും പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് യോസെഫിന്റെയും ഈ ഭൂമിയിലെ ഒരു സാധാരണക്കാരനായ ഒരു കുടുംബത്തിലെ ജനിച്ച വ്യക്തിയെ ആകാനല്ല യേശു ക്രിസ്തു എപ്പോഴും കണക്ട് ചെയ്യുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നയാളാ. എപ്പോഴും പറയുന്നുണ്ട്, അവർ ചോദിക്കുന്ന ചോദ്യമാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, നീ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് തന്നെത്താൻ തുല്യനാക്കാൻ നോക്കുന്നു എന്നൊക്കെ പല ആവർത്തി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മനസ്സ് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കും. ഇനി റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ അത് കണക്റ്റഡ് ആകാൻ പറ്റും. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടണം. റിന്യൂഡ് യുവർ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്നാണ് ശരിക്കും പറഞ്ഞവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിന്യൂഡ് യുവർ മൈൻഡ് എന്നുകൂടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ചിന്തകളെ എല്ലാം ക്രിസ്തുവേശുവിൽ പുതുക്കണം, റിന്യൂഡ് ചെയ്യണം, നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കണം. എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും ഒരു സാധാരണക്കാരനെ പോലെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു മൈൻഡ് സെറ്റപ്പ് നമുക്കുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ വിശ്വസിക്കും, വചനമൊക്കെ പറയും, കർത്താവിൽ നിന്നുമൊക്കെ ഒരു രക്ഷ നേടാൻ വേണ്ടി, ഒരു അത്ഭുതം നേടാൻ വേണ്ടിയൊക്കെ നമ്മൾ പലപ്പോഴും വചനമൊക്കെ പറയാറുണ്ട്, നമ്മൾ പലയിടങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാറുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ചിന്ത ദൈവഹിതത്തിലേക്കായിരിക്കണം നിങ്ങൾ കണക്റ്റഡ് ആകേണ്ടത്. എന്നൂടെ ഞാൻ പറയാം, ഒരു വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ മൊത്തവും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനാണ് ഞാൻ ജീവിക്കുന്നത്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്താണ് ഞാൻ മൂവ് ചെയ്യുന്നത്, എൻ്റെ ജീവിതം പോകുന്നത് വചനത്തോണ്ടാണ്. യേശു ക്രിസ്തു പറഞ്ഞില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. സകല വചനത്താലും ജീവിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കി, അപ്പൊ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് കർത്താവ് പറയാൻ കാരണം വചനം ഒരു വ്യക്തിക്ക് ജീവൻ തരുന്നതാണ്. ഇപ്പൊ നിങ്ങളിപ്പം ഒരു പ്രതികൂലത്തിന്റെ അകത്ത് കടന്നു പോകുന്ന സമയത്ത് നിങ്ങളൊരു വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക, അല്ലേ, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ഇതിൽ നിന്നൊക്കെ പുറത്തു വരും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ ഇതെല്ലാം രക്ഷപ്പെടും എന്നൊക്കെ നിങ്ങളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ എന്തുവാ, കർത്താവ് ഈ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അല്ല, സെറ്റ് യുവർ മൈൻഡ്, ഈ വചനമാണ് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതം. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ഈ വചനമാണ് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞ്, ഈ വചനമാണ് എൻ്റെ മേലുള്ള ദൈവത്തിന്റെ ഹിതം. അതായത് നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ ആ മൈൻഡിലേക്ക്, മനസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലോകം പറയുന്നതല്ല, പകരം ഞാൻ രക്ഷിക്കപ്പെട്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച നിമിഷം മുതൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനുകളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ പ്ലാൻ എങ്ങനെ അറിയുന്നത്? ആ പ്ലാനാണ് ദൈവത്തിൻ്റെ വചനം. എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ് കർത്താവിലുള്ള വചനങ്ങൾ. അപ്പൊ വചനം നിങ്ങൾ പറയുമ്പോൾ ഇത് ആ ദൈവത്തിൻ്റെ എന്നെ പറ്റിയുള്ള പ്ലാൻ, ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ഈ പ്ലാൻ പ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒത്തിരി ചിന്ത വന്നേക്കാം, ബ്രദർ ഇത് കേൾക്കുമ്പോൾ വളരെ എന്താ പറഞ്ഞത്, നമുക്ക് കാര്യങ്ങളൊക്കെ വലിയ എളുപ്പമായിട്ടൊക്കെ തോന്നും. പക്ഷേ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അതിലേക്ക് ഫോക്കസ്ഡ് ആകണം. അതുകൊണ്ടാണ് തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ പറയുന്നത്, ആകയാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ ബോധിപ്പിക്കും, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? യാഗമായി സമർപ്പിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്താണ് പലപ്പോഴും ഈ ലോകത്തിന്റെ കണക്ഷൻ മൊത്തം നമ്മുടെ ശരീരത്തിലാണ്. അതാണ് നമ്മുടെ ബൈബിൾ പറയുന്നത്, ഈ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് ഇത് മണ്ണിലോട്ട് ചേരുവെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരം മണ്ണിൽ നിന്ന് എടുത്തതുകൊണ്ട് ഇത് മണ്ണിലേക്ക് ചേരുവെന്ന് പറയുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ നമുക്ക് രൂപാന്തരപ്പെടും. പക്ഷേ ഇതിൻ്റെ ആഗ്രഹം മൊത്തം ലോകത്തോടാണ്. നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് ഈ ബലഹീന ബ്രദർ, എനിക്ക് പല പാപചിന്തകൾ എൻ്റെ അകത്തോട്ട് വരുന്നു.
പലപ്പോഴും പലരും പറയും എനിക്ക് ജയിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിലും ചിന്തയിലും വല്ലാത്ത രീതിയിലുള്ള പാപചിന്തകളും പാപ സ്വഭാവങ്ങളും എപ്പോഴും എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ശരീരം ഈ ലോകത്തോട് എപ്പോഴും ഒരു ആകർഷണമുണ്ട്. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ അശുദ്ധിയിലേക്ക് ഇതിനൊരു ആകർഷണമുണ്ട് എപ്പോഴും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ, ഇപ്പോൾ നമുക്കറിയാം ഈ ടെംപ്റ്റേഷൻ ഇങ്ങനെ നമ്മുടെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പോൾ എന്താണ് ഈ യാഗമെന്ന് പറഞ്ഞാൽ? യാഗമെന്ന് പറഞ്ഞ് നമുക്കറിയാം അല്ലേ, ഒരു മൃഗത്തെ കൊണ്ടുവന്ന് തീക്കകത്തോട്ട് യാഗം അർപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നടുവെ പിളർക്കുകയോ അതിൻ്റെ പാപം അതിൻ്റെ മേൽ പകർന്നപ്പെട്ട് അതിനെ പിളർക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് യാഗം. അതിനെ നശിപ്പിക്കുക, അതിനെ കൊന്നുകളയുക എന്നുള്ളതാണ് യാഗം. അപ്പൊ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? കർത്താവിന് പ്രസാദമുള്ള യാഗമായി. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ശരീരം അനുസരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും ശരീരത്തെ കൺട്രോൾ ചെയ്യണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം ഇവർ തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം ഏറ്റുപറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വചനത്തിലോട്ട് ശ്രദ്ധ വെക്കുവാണ്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പറയാ, ഇപ്പോൾ ഒരാൾ പറയുക, തലമുറയെ പറ്റി ഒരാൾ പറയുകയെന്ന് വിചാരിച്ചു, നിങ്ങളുടെ തലമുറ ഈ സാധാരണ കൊച്ചിനെ പോലെ ആകത്തില്ല, നിങ്ങളുടെ തലമുറ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ ഭൂമിയിൽ ജീവിക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു തിരിക്കട്ടെ. ഇത് കേൾക്കുമ്പം ഏത് മനുഷ്യനും സങ്കടം ഉണ്ടാവും. ഏത് മനുഷ്യന്റെ ബുദ്ധിയിലും ഏത് മനുഷ്യന്റെ ചിന്തയിലും നിരാശയും സങ്കടവും പരാജയവും വേദനയൊക്കെ കയറി വരും. അപ്പൊ നമ്മുടെ മനസ്സും പെട്ടെന്ന് ഡൗൺ ആവും. നോക്കിക്കേ, ശരീരവും മനസ്സും തമ്മിൽ ഭയങ്കര കണക്ഷനുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സ് പെട്ടെന്ന് ഡൗൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരം പെട്ടെന്ന് വിശപ്പില്ലാതെ ദാഹമില്ലാതെ ഭാരം കയറി നമുക്ക് ജോലി പോലും ചെയ്യാൻ കഴിയാതെ വണ്ണം ടയേർഡാവും നമ്മൾ. മനസ്സ് തകരുമ്പോൾ ശരീരത്തിലും അത് ബാധിക്കും. ഇത് രണ്ടും കണക്ഷൻ ഉണ്ട് കേട്ടോ. എന്നാൽ ദൈവഹിതം എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആത്മാവിൻ്റെ ഹിതമാണ്. നിങ്ങളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പം ഈ ലോകത്തിന് എന്ത് വാർത്ത കേട്ടാലും, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അസാധ്യമെന്ന് കേട്ടാലും ഈ ലോകത്തോട് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? കണക്റ്റഡ് ആകാതെ ദൈവഹിതം ഇന്നതെന്ന്. അപ്പൊ എൻ്റെ കൊച്ചിനെ പറ്റിയുള്ള കണക്ഷൻ എന്തുവാ? ബൈബിൾ പറയുന്നു, ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയറിയും എൻ്റെ തലമുറയെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ഇത് ദൈവത്തിൻ്റെ പ്ലാൻ. പക്ഷെ എൻ്റെ മനസ്സും ശരീരവും ഇപ്പം ആ മകനെപ്പറ്റി ആ മകളെപ്പറ്റി കേട്ട വാർത്തയോർത്ത് സങ്കടപ്പെട്ട് തകർന്നിരിക്കുക. എന്ത് ഞാൻ ചെയ്യും? അതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരത്തെ യാഗമാക്കണം. എങ്ങനെ യാഗമാക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ശരീരത്തെ യാഗമാക്കുക എന്ന് പറഞ്ഞാൽ, യാഗം എന്ന വാക്ക് എപ്പോഴും ഓർത്തോണം. ഒരു യാഗവസ്തു, യാഗമൃഗം എന്ന് പറഞ്ഞാൽ ആ ശരീരം ചുടുവാനേൽപ്പിക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് യാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തെ വിശുദ്ധിക്കായിട്ട് യാഗം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കർത്താവിൻ്റെ ഹിതം പറയുമ്പോൾ, ഇല്ല എൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ സകല ജാതികൾക്ക് നടുവിൽ അവരെ ഉന്നതനാക്കുമെന്ന്, അവരെ കർത്താവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹമാക്കുമെന്ന്, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം, റിന്യൂഡ് ചെയ്യണം. എന്താണ് ഈ റിന്യൂഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ ആ ഒരു വിഷയത്തിലേക്ക് ടേൺ ചെയ്യിപ്പിക്കുക, ആ ഒരു കാര്യത്തിലേക്ക് ടേൺ ചെയ്യിപ്പിക്കുക. ഇതാണ് എൻ്റെ കുഞ്ഞിനെ പറ്റിയുള്ള എൻ്റെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വചനം പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനാണ് ഈ വചനം കൈക്കൊള്ളാൻ പറ്റുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ശരീരത്തിന് ഇഷ്ടം ഈ ലോകം പറയുന്നത് കേൾക്കാനാ. ശരീരത്തിന്റെ ആഗ്രഹം മൊത്തവും ഈ ലോകത്തോട് അനുരൂപരാകാനാ. ശരീരത്തിന്റെ മനസ്സിന്റെ ആഗ്രഹം ഈ ലോകത്തോട് നിങ്ങൾക്ക് എപ്പോഴും ചേരാനാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മൾ ഇതിനെ ജയിക്കാൻ വേണ്ടി കിടന്ന് പ്രാർത്ഥിക്കും. ഈ സ്വഭാവമൊക്കെ മാറട്ടെ, ഈ ദുഷ്ചിന്തകൾ മാറിപ്പോകട്ടെ, ഈ സ്വഭാവ വൈകല്യങ്ങൾ നീങ്ങിപ്പോകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ശാസിക്കുകയും പുറത്താക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ കർത്താവിൻ്റെ വചനം പറയും. നിങ്ങളെ പറ്റിയുള്ള, നിങ്ങളുടെ ശരീരത്തെ പറ്റിയുള്ള, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള വചനം നിങ്ങൾ ആത്മാവിൽ പറയുമ്പോൾ, എങ്ങനെ ആത്മാവിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ, ഇതാണ് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ, ഇതേ നടക്കത്തുള്ളൂ എന്ന് 2 വാക്ക് പറയുക എപ്പോഴും വചനം പറഞ്ഞിട്ട്.
ഈ രണ്ട് വാക്കിൻ്റെ അകത്ത് വലിയ ശക്തിയുണ്ട്. നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അത് എന്ത് ചെയ്യുമെന്നറിയാവോ? യാഗമാക്കി മാറ്റും. യാഗമാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാന് നടപ്പിലാക്കുമ്പോൾ ഈ ജഡം എന്ത് ചെയ്യും? ലോകത്തോട് അനുരൂപരാകാൻ കഴിയാതെ നിങ്ങളെ കീഴ്പ്പെടും, നിങ്ങളെ അനുസരിക്കും, നിങ്ങളിലേക്ക് അത് തിരിച്ചു വരും. അപ്പം നിങ്ങളുടെ ചിന്തകൾ വ്യത്യാസം വരും. ചിലരിങ്ങനെ പറയാറില്ലേ, എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ, ഈ എന്തുകൊണ്ടാണ് ഈ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയത് വെള്ളക്കാർ? ചിലരിങ്ങനെ പറയാറില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് സംശയം എന്നൊക്കെ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ വെള്ളക്കാരെന്ന് പലരും പറയാറുണ്ട് അല്ലേ. നമ്മുടെ ഇന്ത്യയും കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും കൂടുതൽ സംഭാവനകൾ ചെയ്തിട്ടുള്ളത് പലപ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങൾക്ക്, പല ഇസ്രായേലും ഒക്കെ തന്നിരിക്കും. എന്തുകൊണ്ട് എത്താത്തത്? അത് നമുക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ല, അവർക്ക് ചില സാഹചര്യങ്ങൾ ഒത്തുവന്നു. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടലിന് ഭയമായിരുന്നു. കടൽ കടന്ന് പോകുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വലിയ ടാസ്ക് ആയിരുന്നു. പക്ഷെ മറുഭാഗത്ത് മറ്റ് രാജ്യക്കാർക്ക് കടലിനെ ജയിക്കുക എന്നുള്ളത് വലിയ കാര്യമായിരുന്നു. കടലിനെ മറികടന്ന് പോകുന്നത് അവർക്ക് വലിയ കാര്യമായിരുന്നു. വലിയൊരു പോരാളിയായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടലിനെ ഭയപ്പെട്ടപ്പോൾ മറുകരയിൽ എന്ത് ചെയ്തു? കടലിനെ ജയിക്കുന്നത് വലിയൊരു ജയാളിയായിട്ട് അവർ കാണാൻ തുടങ്ങി. ഈ വ്യത്യാസങ്ങൾ അവരെ എന്ത് ചെയ്തു? അവർ അന്തരീക്ഷത്തിൻ്റെ അകത്ത് വലിയ രീതിയിൽ അവരെ ഉയർത്തുവാൻ സഹായിച്ചു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കണം. മനസ്സെങ്ങനെയാ പുതുക്കുന്നത്? ഇപ്പൊ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ നാട്ടിൽ നിങ്ങൾ വീടൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ അത്രയും നാൾ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് എങ്ങനെയാ പുതുക്കുന്നത്? നമുക്കൊരു നാട്ടിൽ മനസ്സിലാകുന്ന ഭാഷ എങ്ങനെയാ ഒന്ന് പുതുക്കുന്നത്? വീണ്ടും എഴുതും. വേറെ വാങ്ങിച്ച് സാക്ഷികളെ മുദ്രപത്രം മേടിച്ച് എഴുതും. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റിനെ നിങ്ങൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്തിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് പുതിയൊരു ആധാരവും പുതിയൊരു പത്രവും മേടിച്ച് അവിടെ പുതുതായിട്ട് നിങ്ങൾ എഴുതി അത് റിന്യൂഡ് ചെയ്യും അല്ലേ, അത് പുതുക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ ഈ ലോകത്തോട് അനുരൂപരാകാതെ റിന്യൂഡ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇതുവരെ ലോകത്തിൽ നിന്ന് കേട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന, ബുദ്ധി കിടക്കുന്ന അസാധ്യങ്ങളും ആ കുഴപ്പങ്ങളും ഈ പ്രശ്നങ്ങളും അതും ഇതും എല്ലാം കിടപ്പുണ്ട്. അതെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ഉടമ്പടിയെ നിങ്ങൾ എന്ത് ചെയ്യണം? പുതുക്കണം, റിന്യൂഡ് ചെയ്യണം. എങ്ങനെ? പുതിയൊരു കാര്യം നമ്മൾ എഴുതുമല്ലോ, പുതിയൊരു മുദ്രപത്രം മേടിച്ചിട്ട് അതേ പുതുതായിട്ടൊരു എഗ്രിമെന്റ് എഴുതുന്നത് പോലെ ദൈവത്തിന്റെ വചനത്താൽ പുതുക്കണം. ദൈവത്തിന്റെ വചനത്താൽ നിങ്ങളുടെ മനസ്സിനെ പുതുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന വചനത്തിൽ നിന്നുള്ള പ്രവൃത്തി. നിങ്ങൾക്ക് ഉദാഹരണം പറയാം. നമുക്കറിയാം, നമുക്കൊരു പ്രശ്നം വന്നാൽ, ഏതെങ്കിലും ഒരു പ്രതികൂലം വന്നാൽ നമ്മളെ സഹായിക്കുന്ന മനുഷ്യർ എവിടുന്നാണ് നമുക്ക് സഹായം തരുന്നത്? ഞങ്ങളെ സഹായിക്കാൻ വരുന്ന വ്യക്തി എവിടുന്നാ വരുന്നത്? അയാളുടെ സഹായം എവിടുന്നായിരിക്കും? ദൈവത്തിൽ നിന്ന്. അതെങ്ങനെയാ മനുഷ്യൻ നിങ്ങളെ സഹായിക്കുന്നത് ദൈവത്തിൽ നിന്നാകുന്നത്? എന്റെ സഹായം ലോകത്തിൽ നിന്നാണ്. ഒരു മനുഷ്യൻ വരുന്നു. ഇപ്പൊ ലോകത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു കടഭാരം വന്നു, നിങ്ങൾ പെട്ടെന്ന് ഒരാളെ വിളിച്ച്, നിങ്ങളുടെ കസിനെ വിളിച്ച്, ഫ്രണ്ടിനെ വിളിച്ച്, എനിക്ക് പെട്ടെന്ന് പൈസ 25,000 രൂപ ആവശ്യം വേണം. അയാൾ സ്വർഗത്തിൽ നിന്നാണോ മേടിച്ചു തരുന്നത്, അതോ ചന്ദ്രനിൽ നിന്നാണോ, അതോ ഭൂമിയിൽ നിന്നാണോ ഒപ്പിച്ചിരുന്നത്? ഭൂമിയിൽ നിന്ന് നമുക്ക് മേടിച്ചു തരും അല്ലേ. അപ്പൊ ആ വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയും, ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് ചന്ദ്രൻ വരെ പോയിട്ട് ആ പൈസ മേടിച്ചോണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ ചൊവ്വ വരെ പോയിട്ട് ഞാനത് മേടിച്ചോണ്ട് വരാം എന്ന് അദ്ദേഹം പറയത്തില്ല. അയാൾ ഭൂമിയിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അയാളെ ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ അയാൾ ബാങ്കിലെ പൈസ ആയിരിക്കാം, ചിലപ്പം എന്തെങ്കിലും സ്വർണം വിറ്റിട്ടായിരിക്കാം, എന്തെങ്കിലും പണയം വെച്ചിട്ടായിരിക്കാം, ആരുടെങ്കിലും കടം മേടിച്ചിട്ടായിരിക്കാം. ഈ റിസോഴ്സ് മുഴുവനും ഭൂമിയിലാണ്, ഈ ലോകത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പക്ഷെ ബൈബിൾ നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ പറയാൻ കാരണം ദൈവഹിതത്തിന്റെ സകല ഉറവിടവും സ്വർഗത്തിലാണ്. നിങ്ങളൊരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് ആ ദൈവം സ്വർഗത്തിൽ നിന്നാണ് സകല. അതുകൊണ്ടാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഭൂമി കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ ഭൂമിയിൽ അതിന് സോഴ്സ് ഇല്ല, പക്ഷെ സ്വർഗത്തിൽ നിന്ന് എല്ലാത്തിനും വഴിയുണ്ട്. സ്വർഗത്തിൽ നിന്ന് സകലത്തിനും വഴിയുണ്ട്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സ്വർഗത്തിലെ വഴികൾ നിങ്ങളുടെ പെരക്കകത്തോട്ട് വരണമെങ്കിൽ സ്വർഗത്തിലെ വാതിൽ തുറക്കുന്നതാണ് ദൈവഹിതം. അതെങ്ങനെ തിരിച്ചറിയുന്നത്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ ദൈവഹിതം അറിയുന്നത് എങ്ങനെയാ? ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ രോഗം മാറുമെന്നുള്ള ദൈവത്തിൽ നിന്നുള്ള ദൈവം നിങ്ങളുടെ രോഗത്തെ മാറ്റുമെന്നുള്ളത് എന്നാ തെളിവ്? വചനത്തിലൂടെ അപ്പൊ കർത്താവിന്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവും ഇതാണ് ദൈവഹിതം. നിങ്ങളുടെ തലമുറയെ പറ്റിയുള്ള ദൈവഹിതം എങ്ങനെയാ? ദൈവമേ, എന്റെ കൊച്ചിന്റെ കാര്യം ശരിയായാൽ മതിയായിരുന്നു. ദൈവഹിതം എന്തോ കൊച്ചിനെ പറ്റിയുള്ളത്? ജാതികളുടെ നടുവിൽ എന്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എന്റെ പ്രജയം അറിയും, അവരെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയും. ഇത് ദൈവഹിതമാണ്. പക്ഷെ കർത്താവ് എന്നോട് പറയും, എന്റെ ദൈവമേ, സ്കൂളിൽ നിന്ന് അവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ, എന്റെ കുഞ്ഞിനെ പറ്റി ലോകം മെഡിക്കൽ സയൻസ് പറഞ്ഞേക്കുന്നത് അങ്ങനെയല്ല എന്റെ കർത്താവേ, എന്റെ കൊച്ചിനെ പറ്റി എന്റെ സഹോദരങ്ങളും കൂട്ടുകാരൊക്കെ പറഞ്ഞേക്കുന്നത് മുഴുവൻ പ്രശ്നമാണെന്നാണല്ലോ. ഈ ലോകത്തോട് അനുരൂപരാകരുത്. എൻ്റെ അടുത്ത് അവരുടെ വാക്ക് കേട്ട് അവരുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്തോട് അനുരൂപമാകും. സ്വർഗത്തോട് എങ്ങനെ അനുരൂപനാകുന്നത്? റിന്യൂവ്ഡ് യുവർ തോട്ട്, റിന്യൂവ്ഡ് യുവർ മൈൻഡ്. നിങ്ങളുടെ ചിന്ത ഉടനെ ലോക്ക് ചെയ്യേ. എങ്ങോട്ട്? ഇല്ല, ദൈവത്തിന്റെ പദ്ധതി എന്നാന്നറിയാവോ? എന്നാ ദൈവത്തിന്റെ പദ്ധതി? അവരെ സകലരുടെ നടുവിൽ സാക്ഷിയാക്കും. എന്നാ തെളിവ്? തുറക്ക് ബൈബിള്, എന്നിട്ട് പറ ഇത് എങ്ങനെയാ നടക്കുന്നത്? സ്വർഗത്തിൽ നിന്ന് എന്റെ സഹായം വരും. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ വചനം പറയുമ്പോൾ എന്റെ സഹായം സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറ. ഞാൻ വചനം പറയുമ്പോൾ എന്റെ സഹായം ഈ സ്വർഗം നിങ്ങൾ മറക്കരുത്. സെറ്റ് യുവർ മൈൻഡ്. അതാണ് ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. അത് നിങ്ങൾ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ നാത്തൂരോട് ഇപ്പോൾ ചോദിക്കല്ല, നിങ്ങളുടെ സഹോദരനോട് ചോദിക്കുക, എടാ നാളെ രാവിലെ എനിക്ക് 25,000 രൂപ വേണമെന്ന് പറയുമ്പോഴേക്കും പുള്ളി ഉടനെ എവിടുന്നേലും കടം മേടിച്ച് തരുന്നതിന്റെ കാരണം ഈ ലോകത്തിലൊരു റിസോഴ്സ് ഉപയോഗിച്ചത് കൊണ്ടാണെങ്കിൽ, നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങളുടെ റിസോഴ്സ്, നിങ്ങളുടെ സോഴ്സ് സ്വർഗമാണ്. അവിടുന്ന് ഇത് മൊത്തം വരുന്നത്. ഈ സകല പ്രവൃത്തിയും വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ സഹായം, ഒന്ന് ഉറക്കെ പറയാം, എന്റെ സഹായം എവിടുന്ന വരുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞ, എന്റെ സഹായം ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. ആമേൻ. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നും വരുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നന്മയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പൊ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? യാഗമാക്കണം. ഞാൻ പറഞ്ഞല്ലോ, യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്. എൻ്റെ ശരീരത്തെ പൗലോസ് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹിതമല്ലാതെ പോകുന്ന എല്ലാ രാഗമോഹങ്ങളെയും ഞാൻ ക്രൂശിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി പൊങ്ങി വരുന്ന എല്ലാ വിചാരത്തെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിടിച്ചടക്കുന്നു. രാഗമോഹങ്ങൾ നോക്കിയ, രാഗമോഹങ്ങൾ, ഈ ചിന്തകളൊക്കെ പൊങ്ങി വരുന്നത് എന്തെന്നല്ല, എന്നെ ലോകത്തോട് അനുരൂപനാക്കാൻ നോക്കുക. പലരും ഇതിനെ ശാസിച്ചുകൊണ്ടിരിക്കും, മാറിപ്പോട്ടെ, വല്ലതും മാറും. ഇല്ല, പകരം എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾ ക്രൂശിക്കണം. പൗലോസ്ലീഹ പറഞ്ഞല്ലോ, രാഗമോഹങ്ങളെ ഞാൻ ക്രൂശിക്കും. എങ്ങനെ ക്രൂശിക്കുന്നത്? ദൈവഹിതം കൊണ്ട്, ദൈവ പദ്ധതി കൊണ്ട് അതിനെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. എങ്ങനെ ക്രൂശിക്കുന്നത്? ദൈവഹിതം പറയുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെപ്പറ്റി, ജീവിതത്തെപ്പറ്റി ദൈവഹിതം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? ആ ശരീരത്തിലേക്ക് സ്വർഗം കണക്റ്റഡ് ആകും. നിങ്ങളുടെ ലൈഫിലേക്ക് സ്വർഗം കണക്റ്റഡ് ആകും. ഇപ്പൊ സ്വർഗം എന്തുകൊണ്ട് കണക്റ്റഡ് ആകുന്നില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഉയരത്തിലല്ല, ഭൂമിയിലുള്ളതാ. നോക്കിയേ, ഇവിടെ നിങ്ങൾ വചനം നോക്കിയേ, ഈ ലോകത്തോട് അനുരൂപരാകാതെ. ഇനി ഞാൻ പെട്ടെന്ന് കൊലോസ്യ ലേഖനത്തിലേക്ക് ഒന്ന് ഓടി വരാവേ. ഭൂമിയിലുള്ളത്, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. റോമാലേഖനത്തിലേക്ക് വന്നേ, ഈ ലോകത്തോട് അനുരൂപനാകാതെ. അപ്പൊ ഈ ലോകം പറഞ്ഞ ഈ ലോകത്തോട് അനുരൂപരാകരുത്. കൊലോസ്യർ പറയുന്നു ഭൂമിയിലുള്ളതല്ല. അപ്പൊ ഈ ലോകത്തോട്, ഭൂമിയിലുള്ളത്, ഇതിനോട് നിങ്ങൾ എപ്പോഴും അനുരൂപരാകുന്നോ അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾക്കകത്തേക്ക് ഈ ലോകത്തിന്റെ പദ്ധതികൾ പൊങ്ങി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും സ്വർഗവുമായിട്ട് കണക്റ്റഡ് ആയ വ്യക്തികളാ വിശ്വാസി. സ്വർഗവുമായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു പ്രശ്നം വന്നു, ചേട്ടനോ അനിയനോ പെങ്ങളോ സഹോദരങ്ങളോ ഒന്നും സഹായിക്കാനില്ല, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. മെഡിക്കൽ സയൻസ് പറയുന്ന ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് വരയ്ക്കാതിരിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണേ അപ്പ. ഒരു കാര്യം മറക്കരുതേ, സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിടക്കുക, റെഡി ആയിട്ടിരിക്കുക.
പക്ഷെ സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ മനസ്സ് പുതുക്കണം. ഈ ലോകത്തിൽ കണക്റ്റഡായി കിടക്കുന്ന കുറേ സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് പൊട്ടിയിട്ട് ഇല്ല, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവൻ കാക്കയെ അയച്ച് ആഹാരം അയക്കുന്നവനാ. കണ്ടോ, കാക്കയെ അയച്ച്. ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? 3 നേരം എലിയാവിന് കിരീട തൊട്ടിലേക്ക് അപ്പോൾ ഇറച്ചിയും കൊണ്ടുവന്ന് കാക്ക വന്നു എന്നൊക്കെ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? നിങ്ങളതൊക്കെ പറയണം. ദൈവം അങ്ങനെ തുറക്കുന്ന ദൈവം, ഇങ്ങനെയൊക്കെയാ ദൈവത്തിന്റെ ഗീതം. ആകാശത്തുനിന്ന് മന്ന കൊഴിച്ചെങ്കിൽ എൻ്റെ പെരയ്ക്കകത്തും ദൈവം മന്ന കൊഴിക്കും. നോക്കിയേ, ചെങ്കടലിനെ ദൈവം വിഭാഗിച്ചെങ്കിൽ സ്വർഗത്തിൽ, അതൊക്കെ വചനങ്ങളാ. ദൈവത്തിന്റെ ഹിതം ഒന്ന് ഓപ്പറേറ്റ് ചെയ്യ്. ആ കുടുംബത്തെ പറ്റി, കുടുംബ ജീവിതത്തെ പറ്റി ബൈബിൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ തന്നേച്ചു പോകുന്നത്. ലോകം തരുന്നത് പോലെയല്ല. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് കർത്താവ് സമാധാനത്തെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നില്ലേ? ഇതൊക്കെ ദൈവഹിതമാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിക തലത്തിലേക്ക് വരും. ഓടി വന്ന ഉടനെ എൻ്റെ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറയാതെ പകരം ദൈവത്തിന്റെ പ്ലാൻ ഇതാണ് സഹോദര. ഇപ്പൊ എന്നോട് നിങ്ങൾ വിളിച്ചിട്ട് പറയുവാണേ, ബ്രദറെ ഞാൻ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവാം, വലിയൊരു കടഭാരത്തിലൂടെ കടന്നു പോവാം, ആരും എന്നെ സഹായിക്കാനില്ല, വീട് ജപ്തിയാണ്, അല്ലെങ്കിൽ കടം കയറി നശിച്ചിരിക്കുകയാണ്, ആരും എന്നെ സഹായിക്കാനില്ല, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി. അപ്പൊ ചോദിച്ചോട്ടെ, എവിടെ നിന്നാണ് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വലിയ വീട് ജപ്തി കിടക്കുന്നു, കോടിക്കണക്കിന് കടമുണ്ട്, ബ്രദർ എങ്ങനെയാ പ്രാർത്ഥിച്ച കടം മാറുന്നത്? ഒന്ന് പറ. എങ്ങനെയാ ബ്രദർ പ്രാർത്ഥിച്ച് കടം മാറുന്നത്? അതായത് പ്രാർത്ഥിക്കാൻ പറയുന്ന നിങ്ങൾക്കും പ്രാർത്ഥിക്കുന്ന എനിക്കും ഒരു കാര്യം ഉറപ്പാ, സ്വർഗത്തിൽ കോടിക്കണക്കിന് നന്മയിരിപ്പുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? എനിക്കും നിങ്ങൾക്കും മനസ്സിലായി, സ്വർഗത്തിലിരിപ്പുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അവിടെയാ പ്രശ്നം. ഇതെല്ലാം സ്വർഗത്തിലുണ്ട്. യേശു പറഞ്ഞു, ബൈബിൾ ഇങ്ങനെ വാക്കുകൾ, സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, എൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം ഞാൻ തുറക്കും. നോക്കിയേ, നീ ആകാശം തുറക്കും, നീ അനേക ജാതിക്ക് വായ്പ കൊടുക്കും, നീ വായ്പ മേടിക്കത്തില്ല എന്നൊക്കെ പറയുമ്പം നമുക്കിത് കേൾക്കാൻ നല്ല രസം. പക്ഷെ കർത്താവ് ഇത് എങ്ങനെ ഇങ്ങോട്ട് വരുന്നത്? ഇങ്ങോട്ട് വരണമെങ്കിൽ മനസ്സ് പുതുക്കണം. ഈ ലോകത്തിൽ നിന്നുള്ള ചിന്തകളൊക്കെ കളഞ്ഞിട്ട് പറയാം, സ്വർഗമുണ്ട് എനിക്ക്, സ്വർഗത്തിലെ ധനം എനിക്കുണ്ട്. എങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ്. നോക്കിയേ, അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നിങ്ങൾ സ്ക്രീനെ നോക്കിയേ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പൊ ദൈവഹിതം എന്തുവാ? സ്വർഗത്തിൽ നിന്ന് എനിക്ക് വല്ലതും കിട്ടുമോ? കിട്ടും. എങ്ങനെ? എന്നെ ഉറപ്പ്? എൻ്റെ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോളം ക്രിസ്തുപേക്ഷയിൽ പൂർണ്ണമായി തീർത്തു തരും. കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്തിൽ ഞാൻ സമ്പന്നനാകേണ്ടതിന് ഞാൻ നിമിത്തം യേശു ദരിദ്രനായി. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞ് വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കും. സങ്കീർത്തനത്തിൽ വീണ്ടും പറയുന്നു, ഐശ്വര്യവും സമ്പത്തും നിന്റെ ഭവനത്തിൽ ഉണ്ടാകും. വീണ്ടും പറയുന്ന, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ അലയും, ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഇതെല്ലാം ദൈവഹിതമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് മനസ്സിനെ പുതുക്കണം. നോക്കി, റിന്യൂഡ് യുവർ തോട്ട്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞേക്കുന്നത്. റിന്യൂഡ് യുവർ മൈൻഡ്. പുതുക്കിയിട്ട് പറ, സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറയണം. സ്വർഗത്തിൽ നിന്ന് വരും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറ. സ്വർഗത്തിൽ നിന്ന് വരുമെന്ന് പറ. ഇത് മറക്കരുത്. പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും അതുകൊണ്ടാണ് എപ്പോഴും പറയേണ്ടത്. ചിലരെന്തുകൊണ്ട് ആകാശത്തോട്ട് നോക്കി പ്രാർത്ഥിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പുറത്തോട്ടിറങ്ങി ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുക, അവിടെ നിന്ന്. അതല്ല സ്വർഗമെന്ന് പറയുന്നത്. ശരിയാ, ദൈവം ഇരിക്കുന്നത് ഉയരത്തില്ല. പക്ഷെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഒന്നും വരത്തൊന്നുമില്ല. ദൈവഹിതം വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് വെറുതെ പറയുക മാത്രമല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 വാക്ക് നിങ്ങൾ പറയണം. ഇതാണ് പ്രധാനപ്പെട്ട 2 വാക്കുകൾ. ഏതാ 2 വാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവഹിതമേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ, ഇതേ ഞാൻ കാണത്തുള്ളൂ. ഈ 2 വാക്ക് മറക്കാതെ പറയണം. ഈ ദിവസങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ദൈവത്തിന്റെ ഹിതം പറഞ്ഞിട്ട് പറയണം, ഇതാണ് എൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തിന്റെ പ്ലാൻ, ഇതേ നടക്കത്തുള്ളൂ, ഇതേ ഞാൻ കാണത്തുള്ളൂ. ഇതും കൂടെ നിങ്ങൾ പറയണം. എന്തിനാ അത് 2 പറയുന്നറിയാവോ? നമ്മുടെ ജഡത്തെ യാഗമാക്കി മാറ്റണം. ഇതിപ്പോഴും എന്ത് ചെയ്യുക? ലോകത്തോട് അനുരൂപനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, സൊല്യൂഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ശ്രദ്ധ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പൊ കുഞ്ഞുങ്ങൾ ഓടുന്ന സമയത്ത്
പെട്ടെന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഇതിങ്ങനെ ഓടുമായിരിക്കും. ഇവർ ഒന്നുമില്ലാതെ ഏക്കും പോക്കും ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും, വണ്ടി വരുന്ന വഴിയിലൂടെ ഇവിടെ അത് ഓടും, അങ്ങോട്ടും നോക്കത്തില്ല ഇങ്ങോട്ടും നോക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് അവൻ്റെ പേര് വിളിക്കുമ്പോൾ പെട്ടെന്ന് അവർ ശ്രദ്ധിച്ച് നിൽക്കുവാണ്, ശ്രദ്ധ കിട്ടും. ഇതേപോലെ ഈ ശരീരത്തിന്റെ മനസ്സിന്റെ ശ്രദ്ധ ആത്മാവിലേക്കാകണമെങ്കിൽ ബൈബിൾ പറയും, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിക്കും ദൈവത്തിന് പ്രസാദമുള്ള യാഗമാർക്കും സമർപ്പിക്കുവാൻ. ബാക്കി നമുക്ക് നാളെ പിന്നെയും പറയാം. മറക്കല്ലേ, ഈ ദിവസങ്ങളിൽ വചനം പറയുമ്പോൾ ഇതേ നടക്കത്തുള്ളൊരു വാക്ക് മറക്കാതെ നിങ്ങൾ അതിലൂടെ ആഡ് ചെയ്യണം. സ്വർഗീയ നല്ല പിതാവേ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നാളെ മുതൽ നമ്മുടെ പ്രാർത്ഥന ഇന്ത്യൻ സമയം 9 മണിക്കാണ്. അന്യഭാഷ 8:45 ചിലപ്പോൾ നമുക്കത് നേരത്തെ ആകാൻ സാധ്യത. എനിക്ക് ഇവിടെ കുറച്ച് സമയം എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിക്സ് ചെയ്യാൻ ടൈം കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുള്ളത് കൊണ്ട് അന്യഭാഷ ചിലപ്പോൾ അരമണിക്കൂർ ആയിരിക്കും. ഞാൻ മെസ്സേജ് ഇട്ടേക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 8:45 അപ്പോൾ 9 മണിക്കാണ് കുറച്ച് നാളത്തേക്ക് നമ്മുടെ സമയം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവ്, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ അപ്പ. എൻ്റെ കർത്താവെ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എന്നോട് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഒരു സാംകുട്ടിയുടെ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. സാംകുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. സാംകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആ കുടുംബം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സാംകുട്ടിയുടെ ഭവനം യേശുവിൻ്റെ നാമത്തിൽ എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്കകത്ത് കർത്താവ് ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ചില പ്രവൃത്തികളെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്നെ കേൾക്കുന്ന ഭവനം കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചു. വലിയ പ്രശ്നങ്ങൾക്കകത്തുനിന്നും കർത്താവ് നിങ്ങളെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറഞ്ഞു. എന്റെ അനിയനാണ് സാദിഖ് എന്ന് പറഞ്ഞ ആള്. ജോലിയില്ലാതെ നിൽക്കുന്ന ആളാണ്. എന്റെ അനിയനാണ്, അനിയത്തിയുടെ ഭർത്താവാണ്. അവർ ഖത്തറിലാണ്. വേഗത്തിൽ ഇന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് ഒരു വഴി തുറക്കാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രതിസന്ധി നീങ്ങട്ടെ, ആ പ്രതികൂലം മാറട്ടെ, ജോലി ആ രാജ്യത്ത് ലഭിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുത സാക്ഷ്യം ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ആ ഭവനത്തിന്റെ മുൻവശത്തായിട്ട് നമ്മുടെ ഈ തത്തമ്മയുണ്ടല്ലോ, ആ ഒരു പക്ഷിയുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ കാണുന്നത് ഒരു 3ാമത്തെ പക്ഷിയാണ് ആ വീടിൻ്റെ അകത്തുള്ളത്. 2 ചത്തുപോയി. ഇതിപ്പം 3ാമത്തതാണ്. അതൊരു കാഴ്ച പോലെ കാണിക്കുകയാണ്. 3ാമത്തതാണ് ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. എന്നാൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, പലതും തുടങ്ങി വെക്കും, പക്ഷേ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ എല്ലായിടത്തും പോയി കൈവച്ചിരിക്കുക, എന്നാൽ ഒന്നും ശരിയാകാതെ നിൽക്കുക. കർത്താവിനോട് പറയുന്നത് ഒരു അടയാളമായിട്ട് കർത്താവ് പറയുകയാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ എത്ര ആഗ്രഹത്തോടെ എല്ലാം ചെയ്യുന്നത്, പക്ഷേ എല്ലായിടത്തും ബ്ലോക്കാണ്. കൊണ്ടിട്ടോടത്തെല്ലാം തടസ്സമാണ്, ഇട്ടുകൊടുത്തെല്ലാം ബ്ലോക്കാണ്. കർത്താവ് പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു ദൈവം നഷ്ടപ്പെട്ടുകൊടുത്ത് തന്നെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളമുള്ള ഭവനം യേശുവിൻ്റെ നാമത്തിൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം. നിങ്ങൾ കൊണ്ടുവന്നിട്ടത് മുഴുവനും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, അത് മുഴുവൻ ബ്ലോക്കായി നിൽക്കുന്നതെങ്കിൽ ദൈവം അവിടെ നിന്നൊരു വഴി തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സാക്ഷ്യങ്ങൾ ആ ഭവനത്തിന്റെ മേൽ തുറന്നു വരട്ടെ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ബ്രദർ, ഞങ്ങളുടെയാണ്. ഞങ്ങളുടെ വീട്ടിലെ ഫ്രണ്ടിൽ ഇതുപോലെ തത്തമ്മയുണ്ട്. സൺകണൂറാണ്. അത് 3ാമത്തെയാണ് ഇപ്പം. കർത്താവ് എത്രത്തോളം നമ്മളെ ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ടു. അത് രണ്ടാമത് തുടങ്ങിയത് പോയി, 3ാമത് തുടങ്ങിയത് പോയി. ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവിനാൽ ഒരു സാക്ഷ്യമായി സ്വർഗ്ഗം തീർക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക.
ഓ യേശു, ഇന്ന് ആ തടസ്സം ബ്രേക്ക് ആവുക കേട്ടോ, യേശുവിന്റെ ആമേൻ നാമത്തിൽ. ആമേൻ. ഐ കർത്താവ്, റിസീവ് ഇന്ന് ഇറ്റ് ദൈവം ഞങ്ങളുടെ ഇൻ ഇത്രയും ദ വലിയ നെയിം ഓഫ് ഡീപ്പായിട്ടൊരു ജീസസ്. അടയാളത്തെ കർത്താവ് വെളിപ്പെടുത്തിയല്ലപ്പാ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ആ പ്രതിസന്ധി നീങ്ങട്ടെ, പ്രതികൂലം മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ പദ്ധതികൾക്കായി സ്തുതിക്കുന്നപ്പ നന്മ തുറക്കട്ടെ, അനുഗ്രഹമായി തീരട്ടെ അപ്പ. ആ തടസ്സങ്ങൾ നീക്കി വലിയ സാക്ഷ്യമായി സ്വർഗ്ഗം ഒരു തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ വലിയ പദ്ധതികൾ ആ കുടുംബത്തിന് തുറന്നു വരട്ടെ. സകല പ്രതികൂലങ്ങളും നീങ്ങി യേശുവിന്റെ സാഹചര്യങ്ങൾ, അനുകൂലമായ പ്രവൃത്തികൾ അവിടെ ഉണ്ടായി വരട്ടെ, അവിടെ ഉണ്ടായി വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. യേശുവെ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആഗസ്റ്റ് മാസം 18-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ആഗസ്റ്റ് മാസം 18-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ആ വ്യക്തിയുടെ ജീവിതത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല, ദൈവത്താലുള്ള വലിയൊരു മാറ്റം കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അതിരുകൾ വിസ്താരമാകട്ടെ. നാളിതുവരെ അനുഭവിച്ച സകല പ്രതികൂലങ്ങളും ഇപ്പോൾ തന്നെ മാറി ദൈവത്തിന്റെ സാക്ഷ്യമായിട്ട് മാറട്ടെ. നിങ്ങൾ പറയാനുള്ള ആളല്ലാതെ ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. പറയാൻ വേണ്ടിയാണ്. പറഞ്ഞു, പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. ക്ലിയർ അല്ല സിസ്റ്ററെ പറയുന്നത്? കേൾക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. സിസ്റ്ററെ കേൾക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ? നിങ്ങൾക്ക് കേൾക്കാം. കുറച്ച് ഓഗസ്റ്റ് പേർക്ക് 15-നാണ് ഞാൻ ജനിച്ചത്. ഒന്നും കേൾക്കുന്നില്ല. പറഞ്ഞു സിസ്റ്റർ, കേട്ടില്ല. ഓഗസ്റ്റ് 18-നാ ജനിച്ചെന്നാ ഓഗസ്റ്റ് പറയുന്നേ. 15-നാണ് ജനിച്ചത്. ഓക്കെ, ഏറ്റെടുത്തു സിസ്റ്റർ. ഇന്ന് കർത്താവ് സ്പർശിക്കട്ടെ. ജീവിതത്തിന്റെ മേൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടാകാൻ വേണ്ടി പോവാണ്. 27 വർഷമായിട്ട് കയറിക്കൂടിയ വലിയൊരു പ്രതിസന്ധി ആ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും വിട്ടുമാറുകയാണ്. ദൈവത്താലുള്ളൊരു സമാധാനവും വലിയ ഇതുവരെ കാണാത്ത രീതിയിൽ പരിശുദ്ധാത്മാവിനാലുള്ള അന്തരീക്ഷത്തെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. നന്ദി കർത്താവ്. ഈ ദിവസം മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടുത്തിക്ക്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുത്തിക്ക് യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ഈ നിമിഷം ഒരു നിമിഷം ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നന്ദി കർത്താവേ. ഞാനൊരു ഉല്ലാസം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് എന്നാണ്, ഒരു കുടുംബത്തിൽ ഞാൻ കാണിക്കുന്ന ഉല്ലാസം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് എന്നെ കാണിക്കും. ഉല്ലാസം എന്ന പേര്, അത് ഉല്ലാസം എന്നൊരു പേര് ഞാൻ കാണുക, ഉല്ലാസം എന്നാണ് വിളിക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് കാണിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആ വ്യക്തി കർത്താവിന്റെ നാമത്തിൽ ഏറ്റെടുത്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി സ്തുതിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ആ ഭവനം കർത്താവിൽ നിന്ന് തൊടട്ടെ അപ്പ. തടസ്സമായി നിൽക്കുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ. ദൈവത്താലുള്ള സമാധാനത്തിന്റെ അന്തരീക്ഷം ആ കുടുംബത്തിന്റെ മേൽ തുറന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ലപ്പ. ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു വീടിന്റെ ഷെൽഫിന്റെ അകത്ത് ഒരു പഴയ അപ്പച്ചൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടോർച്ച്, ഒരു പഴയ കാലത്തെ ടോർച്ച് ഇപ്പോൾ ഷെൽഫിൽ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കും. അപ്പച്ചന്റെ കണ്ണാടിയും ആ ഒരു ഷെൽഫിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു വാക്ക് പറയുകയാണ്. ഒരു വാഗ്ദത്ത സ്ഥലം സ്വർഗത്തിലെ ദൈവം ഒരുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അപ്പച്ചനുമായിട്ട് ആ കുടുംബമൊക്കെ കർത്താവിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഷെൽഫിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇത് രണ്ടും ഒരു ടോർച്ച് പോലെ, ടോർച്ച് തന്നെയാണ്, ആ ഒരു കണ്ണാടിയും ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. ആ കുടുംബത്തെ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂമിലോ ലൈവിലോ നിങ്ങൾ എന്നെ കാണുന്നവരെങ്കിൽ ഞാനൊരു സ്ഥലമാണ്, ഒരു പറമ്പാണ് ഞാൻ കാണുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കർത്താവിനൊരു കാഴ്ച എന്നെ കാണിക്കുന്നു. ഒരു അവകാശത്തിൻ്റെ മേലേക്ക് ദൈവം നിങ്ങളെ ആക്കി വെക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ അത്ഭുത സാക്ഷ്യം എന്ന് നമ്മളെ തുറക്കട്ടെ.
ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ സ്വീകരിച്ചാട്ടെ. കർത്താവിനാലുള്ള സാക്ഷ്യമായി സ്വർഗം തുറക്കുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ കുടുംബത്തിന്റെ അകത്തെ സകല ഞെരുക്കങ്ങളും സകല പ്രതിസന്ധികളും ഇപ്പോൾ തന്നെ അത് മാറിപ്പോട്ടെ. ദൈവത്താൽ ഒരു സാക്ഷ്യമായി ആ കുടുംബം തീരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ മഹത്വം ഇങ്ങനെ അവിടെ തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. വലിയ അത്ഭുതങ്ങളാൽ സ്വർഗം അവർ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. ഈ നിമിഷം സൂമിലും ലൈവിലും എല്ലാം കാണുന്നവര്, രോഗികളായി ഭാരപ്പെടുന്നവരും രോഗമുള്ള ഭാഗത്തോടുത്ത് കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, എൻ്റെ യേശുവേ, അങ്ങയുടെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങയുടെ മുറിവിനാൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ, എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട്, കർത്താവ് എൻ്റെ വേദനകളെ ചുമന്നതുകൊണ്ട്, കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഈ നിമിഷം ഞാനതിനെ ഏറ്റെടുക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുത്തുന്നല്ലോ. വലിയ അത്ഭുതം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തുറക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൈയെടുത്ത് വെച്ചേ. അത്ഭുത സൗഖ്യം, ആ വേദനകൾ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നു. ആ കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ ശരീരത്തിന് മേൽ ദൈവം തൊടുകയാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം എന്ന് തൊടുന്നതിന് നന്ദി പറയുന്നപ്പാ. വലിയ പദ്ധതികൾക്കായി സ്തുതിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ. ആ കൈയെടുത്ത് വെച്ച് അവിടെ എന്നിട്ട് പറ, ഏത് രോഗവും യേശു വഹിച്ചതാ, എൻ്റെ വേദനകൾ യേശു വഹിച്ചതാ, എൻ്റെ മുറിവ്, കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ്. കർത്താവ് വേദന ഏറ്റത് ഞാൻ സൗഖ്യമാകേണ്ടതിനാ. കർത്താവ് തകർക്കപ്പെട്ടത് ഞാൻ അത്ഭുതമാകേണ്ടതിനാ. കർത്താവ് തകർക്കപ്പെട്ടത് ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകേണ്ടതിനാ. നന്ദി പിതാവേ. ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ട് വിടിവിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. അത്ഭുത സാക്ഷ്യമാക്കി സ്വർഗം അത് മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് പ്രവർത്തിക്കുന്നതിന് നന്ദി പറയുന്നു. ഇനിയും ദൈവം അത്ഭുതങ്ങളാൽ നിറയ്ക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ഈ സമയത്ത് സാക്ഷ്യമുള്ളവർക്ക് വേഗത്തിൽ നിങ്ങൾക്ക് പറയാം. ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് സാക്ഷ്യം പറഞ്ഞാട്ടെ. പ്രാർത്ഥന വിഷയമല്ല, സാക്ഷ്യങ്ങൾ ഒരേ ആലോചന ഒരേപോലെ ഇടപെട്ടവർ എടുത്ത് പറയണ്ട, ഏറ്റെടുത്താൽ മതി. ആരെങ്കിലും സാക്ഷ്യത്തിനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ആലോചനയില്ലേ ഉല്ലാസം, അത് ചേർപ്പങ്കൽ. എന്റെ പേര് അശ്വതി എന്നാണ്. ചേർപ്പങ്കൽ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സഹോദരനാണ്. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. ആ വ്യക്തിയെ ഇന്ന് തന്നെ വിളിച്ചു പറയണം, കർത്താവ് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം എന്ന് തന്നെ പറയാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഞാൻ എന്റെ അനിയത്തിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ലിവർ ഫെയിലിയർ ആയിട്ട്, ലിവർ ഇഞ്ചുറി ആയിട്ട് ഐസിയുല് കൊണ്ടുവന്ന ഒരു അമൃത ഹോസ്പിറ്റൽ പോയ ഒരു എന്റെ അനിയത്തിയുടെ മോളാണ്. ഞാൻ കുറച്ചത് പറഞ്ഞിരുന്നു. 5 ദിവസം മാത്രമേ ആശുപത്രി കിടന്നിട്ട് ദൈവത്തിന് പുതിയ ലിവറും പുതിയ കിഡ്നിയും എല്ലാം കൊടുത്ത് കർത്താവ് ഇന്നലെ ഞാൻ വെള്ളിയാഴ്ച വീട്ടിൽ പോന്നു. ശാരീരികമായ ഒരു ക്ഷീണം ഉണ്ടെന്ന് മാത്രമല്ലാണ്ട് പൂർണ്ണമായിട്ടും ദൈവം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി കർത്താവ്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടാണ് മിസ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു അവസ്ഥ കിഡ്നിയൊക്കെ മാറ്റി വെക്കണം എന്ന് തന്നെ പറഞ്ഞല്ലേ? അങ്ങനെ എന്തോ പറഞ്ഞതായിരുന്നല്ലേ? ലിവർ മാറ്റി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ലിവർ മാറ്റി വെക്കണം എന്ന് ഡോക്ടർ പറഞ്ഞതാണ്. എന്തോ വേറൊരു ബുദ്ധിമുട്ടൂടെ വന്നായിരുന്നല്ലോ, വായിന്നോ എന്തോ ബ്ലഡ് ആണോ മറ്റോ വന്നൊക്കെ പറഞ്ഞ്. ബ്ലഡ് യൂറിനെല്ലാം കാപ്പിപ്പൊടി കളറൊക്കെ ആയിരുന്നു. ശ്വാസമൊക്കെ പോയായിരുന്നു. അതെല്ലാം ജീവനെല്ലാം ദൈവം സിസ്റ്റർ പ്രാർത്ഥിച്ച കർത്താവെ പുതിയ അവയവം തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഒരിക്കലും ഒരു ചാൻസ് ഇല്ലാത്തതാണ്. കരൾ മാറ്റി വെക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ കർത്താവിന്റെ നാമത്തിൽ വീട്ടിയിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ സ്വർഗത്തിന് ദൈവം അവയവങ്ങളെ അയക്കുന്ന ദൈവമാണ്. ഇന്ന് കേട്ട വചനം പോലെ ദൈവം ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനേക തകർന്നവർക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുക. ദൈവം അവരെ വിടിവിക്കുവാൻ ഉപയോഗിക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞോ.
ബ്രദർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സിന്ധുവിന്റെ മകനാണ്. എന്റെ ചേച്ചിയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പ്രാവശ്യം ബ്രദർ ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ആലോചന പറഞ്ഞ സമയത്ത് അത് ഞാനാണ് റിസീവ് ചെയ്തിരുന്നത്. അമ്മ 2 ദിവസം മുമ്പ് അമ്മ ഒരു സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രദർ, അപ്പോ എനിക്ക് ഞാൻ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാനിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ എനിക്ക് എബ്രോഡ് സ്റ്റഡീസ് എന്റെ കർത്താവ് ഒരു വാഗ്ദത്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോവുകയും ഞാനൊരു സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ഈ മാസം തുടക്കത്തിലാണ് IELTS-ന്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഞാൻ എൻറോൾ ആയത്. അപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ മാസം 31-ാം തീയതിക്കകത്ത് വെച്ച് അതിന്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ നൈറ്റ് ഷിഫ്റ്റാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പകലൊന്നും എനിക്ക് പഠിക്കാനൊന്നും സമയമില്ല. അതിൽ കൂടെ ചേച്ചിയുടെ ഈ വിഷയമൊക്കെ വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പഠിക്കാനേ സമയം കിട്ടിയില്ല, ഒന്നും പറ്റിയില്ല. ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതാണ് ഞാൻ IELTS-ന്റെ എക്സാം എഴുതാനായിട്ട് പോയത്. പക്ഷേ എന്റെ പൂർണ്ണ ആശ്രയം ഞാൻ കർത്താവിൽ വെച്ചിട്ടാ വന്നത്. ഞാൻ ഒരുപാട് സെക്ഷനിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി. ഇത് എന്റെ എക്സാം എന്റെ കയ്യിൽ നിന്ന് പോകും എന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പായ സമയത്തും ഞാൻ ബ്രദർ എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ വിശ്വസിച്ചിരുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം എന്ന്. ഞാൻ അത് വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞ കർത്താവ്, എനിക്ക് പറ്റിയിട്ടുള്ള എന്റെ എക്സാമിന്റെ എന്റെ ആൻസർ ഷീറ്റിനകത്ത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം, ഇല്ലാത്ത ആൻസേഴ്സിനെ എന്റെ കർത്താവ് വിളിച്ചു വരുത്തുമാറായെന്ന് പറഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി. എനിക്ക് ഇന്നലെ റിസൾട്ട് വന്ന് എനിക്ക് ഓവറോൾ 7 ഉണ്ട്. ഞാൻ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല. ഇനിയും അതിന്റെ ഒരുപാട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പണച്ചെലവുണ്ട്. കർത്താവ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വിശ്വസിക്കുന്നത് പോലെ മിറാക്കൽ മണിയിൽ ഞാൻ വിശ്വസിക്കുന്ന മിറാക്കൽ മണി വരും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ ബ്രദർ പറഞ്ഞ പോലെ ഒരു ആലോചന ഉണ്ടായിരുന്നു ബ്രദറിനോട്, അല്ലേ? രാജ്യങ്ങളിൽ പോകുന്നല്ലേ? അതെ. ഓ, അത് വലിയൊരു അത്ഭുതമാണ്. ആലോചന ഉള്ളത് കൊണ്ടാണ് ബ്രദറിന്റെ മുമ്പിൽ ആ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞതുപോലെ സാധ്യത ഒന്നുമില്ലായിരുന്നു. പക്ഷേ നന്മയെ വിളിച്ചു വരുത്തി. ഇന്ന് കിട്ടാൻ ഒരു ചാൻസ് ഇല്ലാഞ്ഞിട്ടും അത് നന്മയായിത്തീരും. രാജ്യങ്ങളുടെ നന്മ എന്നുള്ളത് കർത്താവ് ഇടപെട്ടതാണ്. മുന്നോട്ട് പോകുക. ബാക്കിയുള്ള എല്ലാ വാതിലുകളും സ്വർഗത്തിൽ നിന്ന് വരും കേട്ടോ. ഗോഡ് ബ്ലസ് യു ബ്രദർ. നമുക്ക് കർത്താവിന്റെ നാമത്തിൽ മറ്റ് രാജ്യത്ത് വെച്ച് തന്നെ കാണാം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഞാൻ UK-യിലേക്കാണ് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എനിക്ക് വരണം. എനിക്ക് പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ബ്രദർ. ഞാൻ എല്ലാ സൺഡേയിലും അവിടെ ഉണ്ട് ബ്രദറെ. ധൈര്യമായിട്ട് പോകുന്നു കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഇന്നലെ മനോജ് എന്ന് ഒരു പേര് പറഞ്ഞായിരുന്നു, കുടുംബത്തിന്റെ തകർച്ച മാറ്റുന്നു എന്ന്. UK-യിലെ മീറ്റിംഗില് ഞാനത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും മിസ്, അത് ഏറ്റെടുത്തോണം കർത്താവിന്റെ നാമത്തിൽ. ഇന്നലെ ഒത്തിരി ആലോചന ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു പേപ്പറിൽ തന്നെ എഴുതിക്കൊണ്ടാണ് പോയത്. അതെനിക്കത് കുറേ കാര്യങ്ങൾ, നിങ്ങൾക്ക് സൗണ്ടിന്റെ ക്ലിയർ എനിക്ക് അറിയത്തില്ല, കുറേ വ്യത്യാസം വന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, സൂമിലും ലൈവിലും ഒക്കെ കാണുന്നവർക്ക് കർത്താവ് അത് സാക്ഷ്യമാക്കി തന്നെ മാറ്റും. അത് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ചെയ്യും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. 3 ആഴ്ച മുമ്പ് ചെമ്പകശ്ശേരിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടുപേര് പറഞ്ഞായിരുന്നേ. അപ്പം എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, യൂട്രസിൽ മുഴയൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി 4 വർഷമായിട്ട് ഞാനൊരു ഡോക്ടറെ കാണണ്ടായിരുന്നു. ആ ഡോക്ടറിന്റെ വീട്ടുപേരായിരുന്നു ചെമ്പകശ്ശേരി. അപ്പൊ ഞാൻ അവിടേക്ക് പോകാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഞാനൊരു രോഗീനെ നോക്കാൻ പോകുന്നുണ്ട്. എനിക്ക് 6:45 പോകണം. ഞാൻ 3:30-4 മണിയാവും തിരിച്ചു വരുമ്പോ. ഡോക്ടർ പോകുമ്പം ഡോക്ടർ ഇരിക്കുന്നത് ശനിയാഴ്ച മാത്രമേ ഉള്ളൂ, 2 മണി വരെ ഇരിക്കുള്ളൂ. അപ്പൊ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒന്ന് പോയി ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. എന്റെ ഡേറ്റും കൂടി ആയിരുന്നു അന്ന് കാണേണ്ടത്. അപ്പൊ ഞാൻ ബ്രദറിന്റെ ഈ പ്രാർത്ഥന കൂടിയ പിന്നെ പോക്ക് കുറവാ. ഡോക്ടറുള്ള സമയമൊന്നും ഞാൻ പോകാൻ എനിക്ക് പറ്റണില്ല. അപ്പൊ അന്ന് പോയപ്പോ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്നലെ രാവിലെ ഞങ്ങൾ വെളുപ്പിന് പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ 5 മണി 6:45 പോകണം. അപ്പൊ 5 മണിക്ക് ഇത്തിരി നേരം അവിടെ കിടന്നപ്പോഴത്തേക്ക് എനിക്ക് കിടക്കാൻ പറ്റാതെ എന്റെ വയറുവേദന കാരണം ഞാൻ ഇങ്ങനെ വളഞ്ഞു കുത്തിപ്പോയി. എനിക്ക് ഒട്ടും പറ്റിയില്ല. അപ്പൊ ഞാൻ യേശുവിന്റെ തിരുമുള്ള സൗഖ്യം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒത്തിരി താമസിച്ചാണ് ആ ഭവനത്തിലേക്ക് കടന്നു പോയത് പണിക്കായിട്ട്. അതിനുശേഷം അവിടുത്തെ കൊച്ചു തന്നെ എന്നെ ആ ആശുപത്രി കൊണ്ടാക്കി. പോണെന്ന് തീരുമാനിച്ച ഡോക്ടറോട് ഈ കാര്യം പറയണമെന്ന് തീരുമാനിച്ചപ്പോ തന്നെ എന്റെ ആ രോഗം വിട്ടുപോയി. ഞാനൊന്നും ഡോക്ടറോട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ചെമ്പകശ്ശേരിയിൽ നിന്ന് വേറെ ആരും പറഞ്ഞില്ല. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ ഇടപെടുന്ന ഡോക്ടറിന്റെ വീട്ടുകാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പറയാനായിട്ട് ഞാൻ തീരുമാനം എടുത്തപ്പോ തന്നെ ഇന്ന് എന്താണെങ്കിലും പോയി പറയണം. ശനിയാഴ്ച ഇന്നലെ മാത്രമേ ഉള്ളൂ ഡോക്ടർ അവിടെ. അപ്പൊ ഞാൻ അവിടെ പോയി എനിക്ക് ലാസ്റ്റ് ടോക്കൺ എടുക്കണമല്ലോ. അപ്പൊ ടോക്കൺ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ രോഗിയെ പോലെ തന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടർ എനിക്ക് ഇന്ന പോലെ ഒരു